لكل همزة لمزة الذي جمع مالا جمع എന്നാ പറഞ്ഞത് വലിച്ചുകൂട്ടുക ഇക്തസബ എന്നല്ല അധ്വാനിച്ചുണ്ടാക്കല്ല വലിച്ചുകൂട്ടുക الذي جمع مالا وعدده പിന്നെ അങ്ങനെ എണ്ണ ഏത് നേരം എണ്ണുക പിന്നെ എണ്ണുന്ന തന്നെ ഒരു സുഖം ഇടക്കിടക്ക് എടുത്ത് എണ്ണും കൊണ്ടുവച്ചത് പിന്നെ ഒന്ന് എണ്ണും അതൊരു സമാധാനമാണ് അങ്ങനെയാണ് കാർഡൊക്കെ എടുത്ത് ഒന്നും കൂടി നോക്കും ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട് ഉള്ളതുണ്ട് ഇനി അതാരും ആർക്കും കൊടുക്കില്ല മാനേജർ എന്നാലും ഒന്ന് നോക്കും ഇടക്കിടക്ക് അത് ഒരു സന്തോഷമാണ് എന്തുകൊണ്ട് ഈ ധനമാണ് തന്നെ നിലനിർത്തുന്നത് എന്നാണ് അവൻ വിചാരിച്ചിരുന്നത് ധനമുള്ളതുകൊണ്ട് നമ്മളൊക്കെ ചില പറയുകയും ചെയ്യും പലപ്പോഴും പറയും നമ്മളൊക്കെ തന്നെ കേൾക്കുന്ന ചില വാക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന വാക്ക് ഒരു പെട്ടെന്നൊരു വേദന ഇളകി മിംസിൽ കൊണ്ടുപോയി ഇല്ല വേഗം വിട്ടോളൂ അപ്പോളോയിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോളോയിൽ പോയി അപ്പോളോയിൽ പോയപ്പോൾ പറഞ്ഞു നമുക്കത്ര പ്രതീക്ഷയൊന്നുമില്ല ലണ്ടനിൽ ഇന്നാലിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ ഇതിന് പറ്റിയ സൗകര്യമുണ്ട് അങ്ങോട്ടാക്കിയാൽ തിരക്കടില്ല ഉടനെ പെട്ടെന്ന് പിന്നെ എമിഗ്രൻസ് ടിക്കറ്റ് എടുത്തു എല്ലാം എടുത്തു ലണ്ടനിൽ പോയി ആ ഓപ്പറേഷൻ കഴിഞ്ഞു 4 ആഴ്ച കഴിഞ്ഞു സന്തോഷത്തിൽ മടങ്ങി വന്നു അപ്പോൾ മുതലാളി ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും ചെയ്യും ഈ രോഗപ്പോ നാട്ടിലെ പാവപ്പെട്ടവർക്കൊക്കെ വന്നാൽ എന്താ ചെയ്യുക എന്ന് പറയും നമുക്കൊക്കെ ഈ സൗകര്യം ഉണ്ടായിട്ടല്ലേ ഇങ്ങനെയും പറയും അപ്പോൾ യഹ്സബു അന്ന മാലഹു അഖ്ലദ മുതലാളിക്ക് ആയുസ് കൊടുത്തത് മുതലാളിയുടെ മുതലാണ് തന്നെ ഒന്നും വിചാരിക്കരുത് നേരെ അർത്ഥം വെച്ച് നോക്കി അതന്നെയാണ് ഇതിൻ്റെ അർത്ഥം യഹ്സബു അവൻ വിചാരിക്കുന്നു അന്ന മാലഹു അവൻ്റെ മുതലാണ് അഖ്ലദഹു അവന് ആയുസ് നീട്ടിക്കൊടുക്കുന്നത് ഒന്നും കൂടെ പറയാം പച്ച മലയാളത്തിലെ അർത്ഥം ഇവിടെ ഉണ്ടാ റിസൾട്ടുണ്ടാ ചിന്തിക്ക് മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവന് ഇതുപോലത്തെ രോഗങ്ങൾ ഉണ്ടാവില്ല എന്നെ പോലത്തെ അമുക്കുകൾക്ക് ഉണ്ടാവുള്ളൂ പാവപ്പെട്ടവൻ ഉണ്ടാവില്ല അങ്ങനെയാണ് രോഗം കൊടുക്കുന്ന ആളല്ലേ അതെന്നെ അവിടെ ചിന്തിക്കാം ഒന്നും വിചാരിക്കരുത് ഈ ആയത്തിൽ പച്ച മലയാളത്തിൽ അർത്ഥം വെക്കി ഖുർആൻ ഓതുന്ന കാലാണല്ലോ റമളാൻ ഒന്ന് അർത്ഥം വെച്ച് നോക്ക് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു ഉറക്കെ യഹ്സബു അന്ന മാലഹു അഖ്ലദ യഹ്സബു അവൻ വിചാരിക്കുന്നു അന്ന മാലഹു അവൻ്റെ മുതലാണ് അഖ്ലദഹു അവന് ആയുസ് നീട്ടിക്കൊടുക്കുന്നതെന്ന് അങ്ങനെ പറയുകയും ചെയ്യും പറയാറില്ലേ ഈ രോഗം ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വന്നാൽ എന്താ ചെയ്യുക അതൊരു വലിപ്പത്തരാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അന്ന് പിന്നെ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിയില്ല മദ്രാസിൽ ലണ്ടനിലൊക്കെ നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഇല്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് ടിക്കറ്റ് മേൽ ഒരു 50,000 വീതം കൂടുമെന്ന് പറഞ്ഞു കൂടിക്കോട്ടെ അതൊന്നും പ്രശ്നമില്ല അത് പെട്ടെന്ന് പോയി അവർ പറഞ്ഞ നേരത്തെ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് അങ്ങനെ നമ്മളത് രക്ഷപ്പെടുത്തി എന്ന് പറയും അപ്പോൾ പടച്ചോൻ അവിടെ ഒഴിവായി അപ്പോൾ പിന്നെ സംഗതി നടത്തിയ ആൾ ആരാ പണം വേണ്ട ലയുംബറന്ന ഫിൽ ഹുതമ ഹുതമത്തി എന്ന നരകത്തിലേക്ക് നിസ്സാരമായി അവനെ എറിയപ്പെടും അവനെ നിസ്സാരമായി ലയുംബദന്ന റമിയ് എന്നതിനും എറിയാന്നാ പറയാ നബദ് എന്നതിനും എറിയാന്നാ പറയാ പക്ഷെ റമിയും നബദും തമ്മിൽ വ്യത്യാസമുണ്ട് റമിയ് എന്നാൽ കരുതി കൂട്ടി എറിയല നബദ് എന്നാൽ നിസ്സാരമായി എറിയല മനസ്സിലായില്ല ഉദാഹരണം പറയാ പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ വളയങ്ങളിട്ട് കളിക്കും സ്കൂളിൽ ഒക്കെ അല്ലേ എന്താ പറയാ ഒന്ന് പറയ് റിങ് കളിക്കും അല്ലേ ആ റിങ് കളി അപ്പോൾ ഞാൻ ഷാവുലിനെ ഇട്ടു ഷാവുൽ അങ്ങോട്ടിട്ടു പീസിക്ക് ഇട്ടു ഇങ്ങോട്ടിട്ടു ഇത് റമ്മിയാണ് അത് ഷാവുലിന് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടുള്ള ഇതാണ് അതേപോലെ തന്നെ മുകളിലൊക്കെ പടുക്കുന്ന ആളുകൾ ഈ ഇഷ്ടികകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും അതൊക്കെ റമ്മിയാണ് അതായത് കരുതിക്കൂട്ടി ഇന്നാലിന സ്ഥലത്ത് കൊള്ളണമെന്നുള്ള ആ ഏറ നേരെ മറിച്ച് ഒരാൾ സിഗരറ്റ് ചുണ്ടിൽ വെച്ച് തീപ്പെട്ടിക്കൊള്ളി എടുത്ത് ഒരസി തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കത്തിച്ച് പിന്നെ അങ്ങനെ ഇട്ട്
എന്ത് തീപ്പെട്ടിക്കൊള്ളിയിട്ടു, വലി കഴിഞ്ഞാൽ സിഗരറ്റിന്റെ കുറ്റി ഇട്ടു, അത് നബ്ദാണ്. അതായത് നിസ്സാരമായി അറിയില്ല, അതെവിടെ ചടിയാണ് പ്രശ്നമില്ല. അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നീ, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും അള്ളാഹു നൽകിയ ആയുസ്സിനെയും നീ നിസ്സാരമായ പണത്തിന്റെ മേൽ വെച്ച് കിട്ടിയത് കൊണ്ട്, അള്ളാഹിന്റെ അനുഗ്രഹത്തെ നീ നിസ്സാരമാക്കിയത് കൊണ്ട് ലയും പരന്ന ഫിൽ ഹുതമാ, അവൻ